എടാ നിനക്ക് എത്ര സാലറി കിട്ടുന്നുണ്ട്? ഒരു 30,000 കിട്ടുമോ? ഒരു 50,000 ചോദിക്കാറില്ലേ? നമ്മൾ അങ്ങോട്ടും ചോദിക്കാറുണ്ടാവാം, നമ്മളോട് ഇങ്ങോട്ടും ചോദിക്കാറുണ്ടാവാം, അല്ലെ? പക്ഷെ ഈ ഒരു ചോദ്യം നമുക്ക് ശരിക്കും ആവശ്യമുള്ള ചോദ്യമാണോ? ഈ ഒരു ചോദ്യം നമ്മൾ മിക്കവാറും കേസിൽ ചോദിക്കുന്നത് മറ്റൊരാളെ അദ്ദേഹത്തിന് കിട്ടുന്ന സാലറിയുടെ അല്ലെങ്കിൽ വരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ജഡ്ജ് ചെയ്യാനല്ലേ? ഇപ്പൊ മറ്റൊരാളുടെ സാലറി നമ്മുടെ സാലറിയേക്കാൾ കുറവാണ് എങ്കിൽ നമുക്ക് സ്വയം ഒരു അഭിമാനമോ ദുരഭിമാനമോ ഒക്കെ തോന്നാനും മറ്റേയാളെ അദ്ദേഹത്തിന് കിട്ടുന്ന കുറഞ്ഞ സാലറിയുടെ അടിസ്ഥാനത്തിൽ ജഡ്ജ് ചെയ്യാനുമുള്ള സാധ്യതയുണ്ട്. ഇനി അദ്ദേഹത്തിന് കിട്ടുന്ന സാലറി കൂടുതലാണെങ്കിലോ നമുക്ക് അദ്ദേഹത്തോട് ഒരു അസൂയ തോന്നാനും സ്വയം ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് വന്ന് അതിന്റെ അടിസ്ഥാനത്തിൽ വിഷമം തോന്നാനുമുള്ള സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ ബേസിക് ആയിട്ട് മനസ്സിലാക്കേണ്ട കാര്യം എന്താന്ന് വെച്ചാല് ഇത്തരം ചോദ്യങ്ങള് മിക്കവാറും പേർക്ക് എന്തല്ല ഇഷ്ടല്ല. പക്ഷെ എന്നിട്ടും അവരിതിന് മറുപടി പറയുന്നുണ്ടെങ്കിൽ അത് നോ പറഞ്ഞ് നമ്മുടെ റിലേഷൻഷിപ്പിന് ഒരു കോട്ടം തട്ടണ്ട എന്ന് കരുതിയിട്ടായിരിക്കും. അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താന്ന് വെച്ചാല് ഇത്തരം മറ്റുള്ളവർക്ക് അൺകംഫർട്ടബിൾ ആയ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നുള്ളതാണ്. ഇനി ഇതേപോലെ തന്നെ ബിസിനസ്സും ട്രേഡും ഒക്കെ ചെയ്യുന്നവരോട് എത്ര പ്രോഫിറ്റ് കിട്ടുന്നുണ്ട് എന്ന് ചോദിക്കാറുണ്ട്. നമ്മുടെ ഉദ്ദേശം യഥാർത്ഥത്തിൽ ആ ബിസിനസിന്റെ നാച്ചറിനെ പറ്റി മനസ്സിലാക്കുക എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ അദ്ദേഹത്തിന് ലഭിക്കുന്ന പ്രോഫിറ്റ് അറിയേണ്ട ആവശ്യമില്ല. അദ്ദേഹത്തിന് ലഭിക്കുന്ന പ്രോഫിറ്റ് പേഴ്സൻറ്റേജ് അറിഞ്ഞാൽ മതി. അദ്ദേഹത്തിന്റെ ക്യാപിറ്റലിന്റെ എത്ര ശതമാനം പ്രോഫിറ്റ് അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ട് എന്നറിഞ്ഞാൽ മതി. ഇനി ഇതുമായി ബന്ധപ്പെട്ട ഇസ്ലാമിക് എത്തിക്സിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ബാധിക്കാത്ത ഇഹത്തിലും പരത്തിലും ഗുണം ചെയ്യാത്ത അനാവശ്യമായ വിഷയങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നുള്ളത് ഒരാളുടെ ഇസ്ലാം പെർഫെക്റ്റ് ആക്കുന്നതിന്റെ ഭാഗമാണ് എന്ന് പഠിപ്പിക്കപ്പെട്ട മതമാണ് ഇസ്ലാം. ഇത് ഒരാളുടെ നല്ല സ്വഭാവ രൂപീകരണവുമായി ബന്ധപ്പെട്ട് അദബിന്റെ ഭാഗമായിട്ട് പഠിപ്പിക്കപ്പെടുന്ന ഒരു ഹദീസാണ്. അതേപോലെ തന്നെ മറ്റൊരാളുടെ ഡിഗ്നിറ്റി, പ്രൈവസി എന്നൊക്കെ പറയുന്നത് ഇസ്ലാമിൽ വളരെ ഇമ്പോർട്ടൻസ് ഉള്ള കാര്യമാണ്. അപ്പൊ അടുത്ത തവണ ഈ ഒരു ചോദ്യം ചോദിക്കാൻ നമുക്ക് തോന്നുമ്പോൾ നമ്മൾ ഓർക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ മറ്റൊരാളുടെ സാലറി അല്ലെങ്കിൽ വരുമാനം ചോദിക്കുമ്പോഴല്ല, മറിച്ച് മറ്റൊരാളുടെ പ്രൈവസി നമ്മൾ റെസ്പെക്ട് ചെയ്യുമ്പോഴാണ് നമ്മുടെ പണത്തിൽ നമുക്ക് ബറക്ക ഉണ്ടാകുന്നത് എന്നതാണ്. That's all for now. This is Salim signing off. Barakah in your wealth, peace in your hearts.